നമസ്കാരം. ഞാൻ വേണു മഹാദേവ്. നമ്മൾ ചിങ്ങമാസമായി. ചിങ്ങമാസത്തിൽ പുതുവർഷമാണ്. ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷം നമ്മളെ പുതുവർഷമാണ്. എപ്പോഴും നമ്മൾ പുതുവർഷം മലയാളികളെ സംബന്ധിച്ച് ആഘോഷിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ മലയാള മാസമായ ചിങ്ങം മുതലാണ്. അപ്പോൾ ഈ വരുന്ന ഒരു വർഷം എങ്ങനെ ഇരിക്കും, പുതുവർഷ ഫലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങളോട് ഒരു വലിയ നന്ദിയും കടപ്പാടും പറയുന്നത്, ജ്യോതിഷ കേരളയ്ക്ക് നിങ്ങൾ ധാരാളം സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് നിങ്ങൾ വളരെയധികം അനുഗ്രഹിക്കുന്നുണ്ട്. ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളോട് അതിനുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരുടെ പുതുവർഷ ഫലം പറയുകയാണ്. ഈ പുതുവർഷം ഫലം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ചിങ്ങമാസത്തിലാണ് നമ്മൾ പൊന്നോണം വരുന്നത്. ഈ പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ചിങ്ങമാസം പൊന്നോണമാണ്. മലയാളിയെ സംബന്ധിച്ച് ലോകത്തെവിടെയായിരുന്നാലും നമ്മൾ തീർച്ചയായിട്ടും എല്ലാം മറന്ന് പൊന്നോണം ആഘോഷിക്കും. നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും മറന്നുകൊണ്ട് നമ്മൾ പൊന്നോണം ആഘോഷിക്കും. അത് നമ്മുടെ ഒരു സ്വകാര്യ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ പൊന്നോണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതും ഐശ്വര്യവും കൊണ്ടുവരും. കന്നിക്കൂർ എന്ന് പറയുമ്പോൾ സ്ഥിരമായി വീഡിയോകൾ വാച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം. അതായത് ഉത്രത്തിൻ്റെ മുക്കാൽ, അതായത് ഉത്രം 2, 3, 4 പാദങ്ങൾ. ഉത്രം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അത്തം ഫുള്ളും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദവും. അപ്പോൾ ഉത്രം, അത്തം, ചിത്തിരക്കാരെ സംബന്ധിച്ച്, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷ ഫലം പൊതുവിൽ കുറച്ച് നല്ലത് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10ൽ കർമ്മസ്ഥാനത്താണ് നമുക്കിപ്പോൾ ആര് നിൽക്കുന്നത്? വ്യാഴം. ഈ വ്യാഴമാണ്, സർവേശ്വരകാരകനായ വ്യാഴമാണ് നമുക്ക് ധനവും ഐശ്വര്യവും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും നമ്മുടെ എന്താ പറയുക കൈപ്പുണ്യമൊക്കെ തരുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചില ജ്യോതിഷ ഫലങ്ങളൊക്കെ കണ്ടില്ലേ, തൊടുന്നതെല്ലാം പൊന്നാക്കുമെന്ന് പറയുന്നത്. തൊടുന്നതെല്ലാം പൊന്നാക്കണമെങ്കിൽ ആ വ്യാഴ ഭഗവാൻ, സർവേശ്വരകാരകനായ വ്യാഴം മഹാവിഷ്ണു നമ്മളെ കൂടെ അനുഗ്രഹിച്ച് നിൽക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് 10ൽ കർമ്മസ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഈ വരുന്ന 2026 മാർച്ച് ആകുമ്പോൾ വീണ്ടും വ്യാഴം മാറുകയാണ്. അതും നിങ്ങൾക്ക് ഗുണമാണ്, കാരണം 11ലേക്കാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന 2 വർഷം ഭഗവാൻ നിങ്ങൾക്ക് ഐശ്വര്യവും അനുഗ്രഹവും തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വ്യാഴം നന്നായിരിക്കുന്നതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ധനപരമായി ഗുണം വരാവുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക. അതായത് പുതിയ പുതിയ പദ്ധതികൾ, കർമ്മം, ബിസിനസ്സിൽ ഡെവലപ്മെൻറ്റ്, പുതിയ ബിസിനസ് പാർട്ട്നേഴ്സ് തിരക്കി വന്നാൽ അവരെ ഒരു നയപരമായിട്ട് കൂടെ നിർത്തി അവരെയും കൂടെ നമ്മൾ സപ്പോർട്ട് നേടി പുതിയ പദ്ധതികൾ ആലോചിക്കുക. നമ്മുടെ സ്വപ്ന പദ്ധതികളൊക്കെ നടപ്പിൽ വരുത്തുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് 10ൽ വ്യാഴം. ഇനി നമുക്ക് 10ൽ വ്യാഴം ഉള്ളപ്പോൾ കൂടി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 7ൽ കണ്ടകശനിയുണ്ട്. അപ്പം നമുക്ക് ഈ വ്യാഴം 10ൽ വന്നാൽ വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ശനി കണ്ടകസ്ഥാനത്തുണ്ടെന്നൊരു ബോധം വയ്ക്കുക. അപ്പോൾ ശനി എന്താണ് ചെയ്യുന്നത്? ശനി 7 പറയുന്നത് നമ്മുടെ പാർട്ണർഷിപ്പ് സ്ഥാനമാണ്. അതായത് ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മുടെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ആത്മാർത്ഥ ബന്ധുക്കൾ, ഇവരുടെ സ്ഥാനമാണ്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് എന്താ പറയുക, ഗുണകരമായ കാര്യങ്ങളും കൊണ്ടുവരും, അനിഷ്ടമായ കാര്യങ്ങളും കൊണ്ടുവരും. അപ്പം നമ്മൾ ഗുണകരമായ കാര്യങ്ങൾ സ്വീകരിച്ച് മറ്റേ അനിഷ്ടമായ കാര്യങ്ങളെ തള്ളിക്കളയുക. ജാഗ്രതയോടെ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോയാൽ, നമ്മുടെ ബന്ധങ്ങൾ, അതായത് ബന്ധനങ്ങളാകാതെ സൂക്ഷിക്കുക. അതായത് പലരും വന്ന് കടം ചോദിക്കും, പിന്നെ സാമ്പത്തിക കഷ്ടതകൾ പറയും. ആരെയും ധനപരമായിട്ട് സഹായിക്കാൻ നിൽക്കരുത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്താരെയും ധനപരമായി സഹായിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലാതെ ആ പ്രപഞ്ചശക്തിയുടെ, ഈശ്വരൻ്റെ ജോലിയാണ്. നമ്മളെ ജോലി അന്നം കൊടുക്കുക, ആഹാരം, വസ്ത്രം, ഇതൊക്കെ വാങ്ങിക്കൊടുത്താൽ അതിന് പുണ്യമുണ്ട്. നിങ്ങൾ പണം കൊടുത്താണ് സഹായിച്ചാൽ അതിന് പുണ്യമില്ല എന്ന് മാത്രമല്ല, അവരുടെ കഷ്ടതകളുടെ പ്രാരാബ്ദം നിങ്ങളെ ബാധിക്കും. ഞാനൊരു വീഡിയോയിൽ അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആ വീഡിയോ ഉണ്ട്. അതായത് ധനം വരാനും നിലനിൽക്കാനും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്.
അതുപോലെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ നമ്മുടെ ആത്മാർത്ഥതയുള്ള ചങ്ക് പിന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്നെ പാർട്ട്നേഴ്സും ഒക്കെ നമ്മളിൽ നിന്ന് ധനം ചോർത്തിക്കൊണ്ട് പോകാതെ സൂക്ഷിക്കുക. ഒപ്പം തന്നെ അവരോട് ഒരു മിതമായ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം അവരോട് ഒരു വഴക്കിനുള്ളൊരു സാഹചര്യം വന്നാൽ നമ്മൾ വഴക്കിടരുത്, പകരം ബുദ്ധിപരമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർക്കൊരു സഹായം വേണ്ടി വന്നാൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും അത്രേ ചെയ്യാവൂ. നമ്മൾ സമയം, നമ്മുടെ ധനം, നമ്മുടെ പ്രവർത്തനം ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിന് അവരർഹിക്കുന്നുണ്ടോ എന്നുകൂടെ നോക്കുക. ഇനി ഇതെല്ലാം നോക്കി മുന്നോട്ട് പോകണ ജീവിതം വിജയിക്കും. കാരണം ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊന്നും ഈ ഒരു വർഷത്തേക്കോ താൽക്കാലികമുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൂടെയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തേത്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ജ്യോതിഷം നമ്മളെപ്പോഴും വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. കാരണം ഈ ജ്യോതിഷ ശാസ്ത്രം അറിയുന്ന വലിയ പണ്ഡിതന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്, ജ്യോതിഷത്തിന് പണ്ടേ ഒരു ശാപമുണ്ട്, ഒട്ടൊക്കില്ല എന്നാണ്. അങ്ങനെ ഒരു ക്ലോസ് വയ്ക്കാൻ തന്നെ കാരണം നമ്മൾ വിശ്വാസമേ പാടുള്ളൂ, അന്ധവിശ്വാസം പാടില്ല. ജ്യോതിഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 6ലാണ് സർപ്പൻ നിൽക്കുന്നത് ഗുണം ചെയ്യും. കാരണം സർപ്പദോഷം ഇപ്പോൾ മാറി നിൽക്കുന്ന സമയമാണ്. പക്ഷേ 12ലാണ് കേതു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട് കേതു. അപ്പോൾ എന്ത് ചെയ്യണം? ആ നഷ്ടം വരാതിരിക്കണമെങ്കിൽ ധനപരമായ കാര്യങ്ങൾ നമ്മൾ മണി മാനേജ്മെൻറ്റിൽ, ഫിനാൻസ് മാനേജ്മെൻറ്റിൽ നല്ല ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. പിന്നൊന്ന്, ഈ ജാതകത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ജന്മത്തിൽ തന്നെ ചൊവ്വ വന്ന് നിൽക്കുകയാണ്. ജന്മത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഒരു ഗുണമുള്ളത്, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും, തീരുമാനം എടുക്കാൻ പറ്റും. ബോൾഡായിട്ട് തീരുമാനം എടുക്കാമെന്ന് വെച്ചാൽ അതിനൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ധാരാളം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു കഴിഞ്ഞ 10-25 വർഷമായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം, ഒരുപാട് പേരുടെ ജീവിതാനുഭവം പഠിച്ച ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാരിൽ നല്ലൊരു ശതമാനം സഫറിങ്സ് നേരിടുന്നത് ദുരഭിമാനവും പിന്നെ കഴിയുന്നത്ര നമ്മുടെ ലൈഫ് പാർട്ണറായിരുന്നാലും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നാലും അവർ പിണക്കണ്ടെന്ന് വിചാരിച്ച് അവരോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ബോൾഡാവുക. ഇപ്പോൾ അതിനുള്ള അവസരമാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ചൊവ്വ ധൈര്യവും വീര്യവും തരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോ പറയേണ്ടത് നോ പറയുക. ഇനിയിപ്പോൾ എത്ര ആത്മാർത്ഥമായ നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിച്ച ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഇനി അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മളെല്ലാം ഇൻഡിവിജ്വലാണ്, വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് വിട്ട് കളിക്കരുത്. നമ്മളവരോട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പറ്റാത്ത കാര്യം പറ്റൂല എന്ന് തന്നെ പറയണം, ദുരഭിമാനം വേണ്ട. അവർ നമ്മളെ നിന്ന് അകന്ന് നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നമുക്ക് പൊതുവിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾ ഈ വർഷം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും അതിനകത്ത് വോയിസ് ക്ലിപ്പോ മെസ്സേജ് ഇടുക, ഞാൻ മറുപടി തരും. നിങ്ങൾ തരുന്ന എല്ലാ ലൈക്കിനും സബ്സ്ക്രിപ്ഷനും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. നന്നായിരിക്കട്ടെ.